വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കാലന്തിവനം എന്ന് പറഞ്ഞ പാർക്കിലേക്കാണ്. ബൈക്കിനാണ് പോകുന്നത്. പിന്നെ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ബൈക്കിനാണ് പോവാറ്. പിന്നെ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിലാട്ടോ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവല്. ഒഴിവുള്ള ദിവസമായ മോള് തുടങ്ങി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പറയാൻ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നതാണ് ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക്. ഇത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള പാർക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അതേമാതിരി പാർക്കിൻ്റെ ഉള്ളിൽ ഒരു പൂൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതേമാതിരി പൂളിൽ 2 അരയന്നങ്ങളുണ്ട്. അതേപോലെ മീൻ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മീനിന് ഫീഡ് ചെയ്യുന്ന പരിപാടി അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൂളിൻ്റെ അടുത്തായിട്ട് നമ്മളിങ്ങനെ ഒരു ടവർ മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്ക് മുഴുവനായിട്ടും കാണാൻ പറ്റും കേട്ടോ. അരയന്ന ഇങ്ങനെ വെള്ളത്തിലൂടെ പോണ കാണാൻ നല്ല രസമാണ്. പിന്നെ അതേമാതിരി ഒരരയനല്ല കേട്ടോ, 2 അരയനുണ്ട്. പക്ഷെ ഒന്ന് മാത്രമേ ഇങ്ങനെ എല്ലായിടത്തും കൂടി ഇങ്ങനെ നീന്തി പോകുന്നുള്ളൂ. മറ്റേത് അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ലക്നൗ എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും വിമാനം പോയിക്കൊണ്ടേയിരിക്കും. വിമാനം ട്രെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു കൗതുകമാണല്ലോ. അതുകൊണ്ട് എപ്പോൾ വിമാനം പോവുകയാണെന്നുണ്ടെങ്കിലും അതേമാതിരി ട്രെയിൻ പോവുകയാണെങ്കിൽ അത് നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ ഞാൻ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതാണ് ഇവിടെയുള്ള ഒരു ടവർ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പാർക്കിൻ്റെയും ഒരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അവിടെ അണ്ണാൻ കളിക്കണത് കണ്ടിട്ടോ. 2-3 അണ്ണാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ണാനെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരു ചെറിയ അണ്ണാനെ കിട്ടിയപ്പോൾ ഞാനത് എടുത്ത് വളർത്തിയിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കാരണമാണ് ഞാൻ അതിനെടുത്ത് വളർത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം കൊടുക്കുക എല്ലാം ചെയ്തിരുന്നു. പിന്നെ ഒരു പ്രായമായപ്പോൾ പിന്നെ ഞാൻ അതിനെ തുറന്ന് വിടുക ചെയ്തത്. കാരണം അതിന് നമുക്ക് എപ്പോഴും ഇപ്പോൾ കൂട്ടിലിട്ട് വളർത്താൻ കഴിയില്ലല്ലോ. അതിന് നടക്കാനും അതിന് ഭക്ഷണം കഴിക്കാനും ഒക്കെ അതിന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ തുറന്ന് വിടുക ചെയ്തത് കേട്ടോ. അത്യാവശ്യം പ്രായമായിട്ടാണ് തുറന്ന് വിട്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ അതെനിക്കൊരു പണി തരും ചെയ്തു കേട്ടോ. ഒന്ന് കടിച്ചായിരുന്നു ഞാൻ അതിനെ കളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ. പിന്നെ ഇഞ്ചക്ഷൻ അടിക്കുകയൊക്കെ ചെയ്തു. അന്നേരം ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് ചോദിച്ചായിരുന്നു വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ അണ്ണാൻ്റെ കടിയൊക്കെ വാങ്ങാൻ, അതിനൊക്കെ എന്തിനാണ് വളർത്തണേ, അതിനൊക്കെ അത് തുറന്ന് വിട്ടുവിടായിരുന്നോ ചോദിച്ചതിനോട്. ആ ഒരു ഇതിലാണ് പിന്നെ ഞാനങ്ങനെ തുറന്ന് വിടാനുള്ള രണ്ടാമത്തെ റീസണ്. പിന്നെ ഇവിടെ മൊത്തത്തിൽ ഭയങ്കര ഹരിതാപവും പച്ചപ്പുള്ളൊരു പാർക്കാണ് കേട്ടോ. അവർ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികളുടേതാണെന്നുണ്ടെങ്കിലും പലതരം പൂക്കളുണ്ട്. നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ല, പലതരം പൂക്കളുണ്ട്. ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രത്യേകത ഉള്ളൊരു മണ്ണാണ്. ഒരുമാതിരി മറ്റേ ചളി പോലത്തെ ക്ലേ പോലത്തെ മണ്ണാണ് ഇവിടെ. എന്തോരം റോസാണ് ഉണ്ടാവുക എന്നറിയോ ഇവിടുത്തെ മണ്ണിൽ. റോസും എല്ലാ തരം പൂക്കളും ഉണ്ടാവും. കണ്ടില്ലേ, ഇതൊന്നും ഞാൻ നാട്ടിൽ കാണാത്ത തരം പൂവാണ്. എനിക്ക് എന്തോ വെറൈറ്റി പൂവാ തോന്നുന്നത്. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ലാതെ എനിക്ക് പൂവിൻ്റെ പേരുകളൊന്നും അറിയില്ല. ഇങ്ങനെ കൗതുക ലേശം കൂടുതലായതുകൊണ്ട് ഞാനിവിടെ വന്ന ഉടനെ ഒരുപാട് ചെടികളൊക്കെ വാങ്ങി വീട്ടിൽ കുഴിച്ചിടുകയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ സീസണലായിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഞാൻ കാണുന്ന ഭംഗിയിൽ ഞാനത് വാങ്ങി കുഴിച്ചിടുകയെല്ലാം ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പോയി. കാരണം തണുപ്പ് സീസണിലാണ് ഞാൻ വന്നിരുന്നത്. അതങ്ങോട്ട് മാറിയിട്ട് അവിടെ ചൂടായോട് കൂടിയിട്ട് ആ തണുപ്പ് സീസണിലുള്ള പൂക്കൾ മുഴുവൻ പോയി. പിന്നെ ഫുള്ള് ഈ ചൂടുകാലത്തുള്ള അതിന് പറ്റുന്ന പൂക്കളാണ് ഇപ്പോൾ ഉള്ളതെല്ലാം. പിന്നെ ഇവിടെ കുറേ സൂര്യകാന്തി ഉണ്ട് കേട്ടോ. ഒരുപാട് കുഴിച്ചിട്ടിട്ടുണ്ട്. കുറേ എണ്ണം മൊട്ടാണ്, കുറേ എണ്ണം വളർന്നിട്ടുണ്ട്. ഇത് സൂര്യകാന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മുന്നേ ഒരു ഇങ്ങനെ ചെടികളൊക്കെ വിൽക്കണ കടയിൽ പോയപ്പോൾ അവിടുന്ന് ഇങ്ങനെ സൂര്യകാന്തി വാങ്ങാൻ വേണ്ടി ചോദിച്ചു കേട്ടോ. അപ്പോൾ സൂര്യകാന്തിൻ്റെ ഒരു തൈന് 20 രൂപയുള്ളൂ. അപ്പോൾ ഭയങ്കര അത്ഭുതം. 20 രൂപയ്ക്ക് സൂര്യകാന്തിയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ടോ അങ്ങനെ സൂര്യകാന്തിനെ കുറിച്ച്. അപ്പോഴാണ് കണ്ടത് ഒരു ചെടിയിൽ ഒരു പൂവേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങാൻ നിന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോവില്ലേ. ഞാൻ വിചാരിച്ചത് സൂര്യകാന്തി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഒറ്റ ചെടിമേനെ കുറേ പൂക്കളുണ്ടാവുമെന്നൊക്കെ ഞാൻ കരുതിയത്. എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതേമാതിരി എനിക്ക് ബുഷ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവരിങ്ങനെ വെട്ടി നിർത്തിയത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള ഈ ഫ്ലാറ്റുകളിലുള്ള ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ജോഗിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ കുട്ടികളെ ഒന്ന് ഒതുക്കാൻ വേണ്ടി പാർക്ക് കൊണ്ടുവന്ന് ആക്കണുണ്ട് കേട്ടോ. കുറേ അച്ഛനമ്മമാർ. എൻ്റെ മോൾക്ക് സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സൺഫ്ലവർ കണ്ട ഉടനെ അതിനെ പിടിക്കലും അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കലും ഭയങ്കരമായിരുന്നു.
കാരണം നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാകാത്ത സാധനമല്ലേ, അപ്പോൾ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണല്ലോ. ഇവരോട് കുറേ കുഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളിൽ സൺഫ്ലവർ ഉണ്ട്. എത്ര കണ്ടാലും മടുക്കില്ല, നമ്മൾ പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. അതേമാതിരി കുറേ റോസൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് അത്ര വലിയ നല്ല ഭംഗിയൊന്നുമില്ല കേട്ടോ. ഇതിനേക്കാൾ രസമുള്ള വലിയ വലിയ റോസാപ്പൂക്കളൊക്കെ ഉള്ള പല പാർക്കുകളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവർ ഈ സൺഫ്ലവർ എല്ലാം കുഴിച്ചിട്ടിരിക്കണം ആ പൂളിൻ്റെ ചുറ്റുപുറത്തായിട്ടാണ് കേട്ടോ ഈ സൺഫ്ലവർ എല്ലാം കുഴിച്ചിട്ടിരിക്കുന്നത്. ഇത് ഈ നമ്മളെ നോക്കിയൊന്നുമല്ല നിൽക്കണത്, ഓരോ പൂവും ഓരോ സൈഡിലേക്ക് നോക്കിയിട്ടൊക്കെയാണ് നിൽക്കണത്. പക്ഷെ എന്തായാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺഫ്ലവറൊക്കെ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീട് വിട്ട് പുറത്തൊക്കെ നിൽക്കുമ്പോൾ എന്നും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് പുറത്തിറങ്ങും, അതേമാതിരി പാർക്കുകളിലൊക്കെ പോവുക, നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ പോവുക, നമ്മൾ പോണ സ്ഥലം ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അവിടെയുള്ള എല്ലാ സാധനങ്ങളും കണ്ടു തീർക്കുക എന്നുള്ളൊരു പോളിസിയിലാട്ടോ. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആവുകൊണ്ടാണ് എനിക്കിങ്ങനെ എല്ലാം കാണാനും ഇതാക്കാനൊക്കെ പറ്റണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാ വീക്കെൻഡിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പുറത്ത് പോകും. അതേമാതിരി വെറൈറ്റി ഓരോ സ്ഥലത്തെയും ഓരോ വെറൈറ്റി ഫുഡുകളായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചു നോക്കുക, എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനത്തെയൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ ഞാൻ. ഇവിടെ ഒരുപാട് തരം സ്വീറ്റ്സ് കിട്ടുമേ, അപ്പോൾ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഈ രസ്മലായി, ഗുലാബ് ജാമിൻ്റെ പല വെറൈറ്റി, രാജ്ഭോഗ്, അങ്ങനെ പല സാധനങ്ങളുണ്ട് ഇവിടെ കഴിക്കാൻ പറ്റിയ. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യണത്. ഇവർ രണ്ടാളും ഇവിടെ എന്താ നോക്കണേന്നല്ലേ, ഈ പൂളിൽ മീനുണ്ടോ എന്നുള്ളതാണ് നോക്കണത്. അതേമാതിരി ക്രൊക്കോഡൈലുണ്ടോ എന്നുള്ളതൊക്കെയാണ് മോളെ സംശയം. അത് ചോദിക്കുക, അതിൻ്റെ ഉള്ളിൽ ക്രൊക്കോഡൈലുണ്ടോ, അത് കടിക്കുമോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഈ പാർക്കിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പാർക്കിൽ ഇതിൻ്റെ ചുമരിൽ ഇവരിങ്ങനെ ഓരോ പിക്ചേഴ്സുകൾ, ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ദൈവങ്ങളുടെയൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ കൃഷ്ണനും രാധയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ മെയിനായിട്ടുണ്ടാവുക. അങ്ങനത്തെ ഈ പിക്ചറുകളൊക്കെ അവർ ഈ കുഞ്ഞു കുഞ്ഞു മാർബിളിൻ്റെ പീസ് ഒട്ടിച്ചിട്ടാണ് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഒരുപാട് എണ്ണം ഉണ്ട് ഇവിടെ, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ഇങ്ങനെ ഞാനതെല്ലാം ഫോട്ടോയും ഞാനതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇവനിങ്ങനെ നടക്കാൻ പറ്റിയ അടിപൊളി പാർക്കാണ് കേട്ടോ അത്. ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതോ ഒരു മരത്തിൻ്റെ കായാണ്, പക്ഷെ ഇതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു എന്തോ ഒരു സ്മെല്ലാണതിന്. ഞാനിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ്. അവിടെ അച്ഛനും മോളും ഗംഭീര ഓട്ട മത്സരം ജോഗിങ്ങൊക്കെയാണ് അതിൻ്റെ ഇടയിൽ. നേരത്തെ പറഞ്ഞ അതേ സാധനം കേട്ടോ, ആ പിക്ചറാണ് ഈ കാണുന്നത്. ഇതിൽ ഈ പിക്ചർ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് പലതരം മാർബിളിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടാട്ടോ. ഇത് പലതും പല കളറുകളാണ് കണ്ടോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ബ്രൗണ്, ബ്ലൂ, വൈറ്റ്, പല കളറിലുള്ള മാർബിളിൻ്റെ പീസ് വെച്ചിട്ടാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും അത് ആ ഒരു രീതിയിലായി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇതേമാതിരി ഒരുപാട് പിക്ചറുണ്ട് കേട്ടോ ഈ ചുമരിൽ, ഓരോ ഏരിയയിലും ഉണ്ട്. പക്ഷെ ഞാൻ ആ ചുമരിൻ്റെ ഏരിയയിൽ കൂടെ എല്ലാം നടന്നിരുന്നത്. പകരം ഞങ്ങളിങ്ങനെ നടുക്ക് ആ പൂളിൻ്റെ അങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആ പൂളിൽ പല ആൾക്കാരും ഇങ്ങനെ മീനിനൊക്കെ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനുണ്ടോ, എന്തൊക്കെ മീനാണെന്നൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് മോളും ഹസ്ബൻഡും കൂടി അങ്ങോട്ട് പോയി. അവർ ആദ്യം സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയി നോക്കാം എന്ത് മീനാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ മൂലയിൽ കൂടെ പോയിട്ട് ബാക്കി ഈ ദൈവങ്ങളുടെ ഫോട്ടോയൊന്നും ഞാൻ എടുക്കാഞ്ഞത് കേട്ടോ, ഈ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ 2-3 ക്ലിപ്പും കൂടി ഉണ്ട്, ഞാനത് ഈ വീഡിയോയിൽ കാണിക്കണ്ട കേട്ടോ. ലാസ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും മേ ബി ഉണ്ടാവുക. ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു ആചാരം തോന്നുന്നുണ്ട് ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കുക. അന്നദാനം ഭയങ്കര പുണ്യമാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ മീനുകൾക്കൊക്കെ ഭയങ്കര തീറ്റ ഇട്ട് കൊടുക്കും കേട്ടോ. പലരും പലതുമാണ് ഇട്ട് കൊടുക്കുന്നത്. ചില ആൾക്കാർ ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ബ്രെഡിൻ്റെ പൊട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ചപ്പാത്തീൻ്റെ മാവ് കുഴച്ച് തന്നെ കൊണ്ടുവന്നുണ്ട്,
അങ്ങനെ അതിങ്ങനെ ചെറിയ ഉണ്ടകളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആദ്യം മീനുകൾ ഇതൊന്നും തിന്നുണ്ടാവില്ല എന്നാട്ടോ. പക്ഷെ നല്ലോണം തിന്നുന്നുണ്ട് മീനുകൾ. ഇത് തിന്നായിട്ട് മീനുകൾ ഇഷ്ടമാതിരിയാണ് വരുന്നത്. നമ്മളൊന്നും നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ പബ്ലിക് പൂളൊന്നും ഇങ്ങനെ തീറ്റയൊന്നും ഇട്ട് കൊടുത്ത് നമ്മൾ കേടെടുത്തില്ലല്ലോ. അതിങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചീത്തയാവില്ല. അത് കാരണം നമ്മളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. കണ്ടോ, ഞങ്ങളടുത്തുള്ള ആൾ ഒരു ചപ്പാത്തി മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ വരുന്നുണ്ട്, പക്ഷെ അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൂ കേട്ടോ. ഇതാ ഞങ്ങളടുത്തുള്ള ആൾ കേട്ടോ, അയാൾ ഇട്ട് കൊടുക്കണ ചപ്പാത്തി മാവാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇതൊക്കെ തിന്നുന്നുണ്ട് മീൻ. ഭയങ്കര അത്ഭുതമായി എനിക്ക്, ഇതൊക്കെ മീൻ തിന്നുമോ എന്നുള്ളത്. ഒരുപാട് മീനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. ഭയങ്കര വലിയ മീനുകളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, അവർ കഴിക്കുന്നുണ്ട് ചപ്പാത്തി മാവ്. ഇതിന് മുന്നുള്ള ആൾക്കാരൊന്നും ചപ്പാത്തി മാവല്ലായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തത്. അവർ ഈ പൊരി, ബ്രെഡ്, അങ്ങനെ ഈ ബിസ്ക്കറ്റിൻ്റെ പൊട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഇയാളാണ് ഇങ്ങനെ ആദ്യമായിട്ട് ചപ്പാത്തി മാവ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കില്ലേ മീനൊക്കെ ഈ ചപ്പാത്തി മാവ് തിന്നുവെന്ന്. മീൻ മാത്രമല്ല, ആ പോകുന്ന ആളെ കണ്ടോ, അത് ആമയാണ്. കണ്ടോ, ഒരാമയൊന്നുമില്ല, 2-3 ആമയുണ്ട്. ഈ ആമ ഈ ചപ്പാത്തി മാവ് തിന്നാൻ വന്നതാണ്. ഭയങ്കര അത്ഭുതമായിട്ടോ ആമയൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലേ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനിനെ ആമേനെയൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പിടിക്കാനുള്ള അത്രയും താല്പര്യത്തിലായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത് കാരണത്താൽ എല്ലാതും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കരയത്തൊക്കെ ഇട്ട് കൊടുത്താൽ കരയത്തൊക്കെ കയറിയിരുന്നതിന് കണ്ടോ, കരയത്തൊക്കെ കയറിയിരുന്നതിന് തീരെ പേടിയില്ലാതെയായി. അത്രയ്ക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ട് ഈ ചപ്പാത്തി മാവ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് തിന്നാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ. കണ്ടപ്പോൾ അയാൾ ഇട്ട് കൊടുത്തിരിക്കണ കരയത്താണ്. ഞാൻ തിന്നണ കണ്ടോണ്ട് കേട്ടോ, വന്നിട്ട് കണ്ടോ, ആമ കരയത്തേക്ക് കയറി വന്നിരിക്കുന്നത് തിന്നാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞ തന്നെ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക ചെയ്യുക. എൻ്റെ ചിറകിന് എന്തോ പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല, ചിറകിങ്ങനെ മലർത്തിയിരിക്കുന്നുണ്ടല്ലേ. നമ്മൾ വന്നിട്ട് കുറേ നേരം ആ വെള്ളത്തിൻ്റെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് നേരം പോയിട്ടോ, ഇരുട്ടാവാനായിരിക്കുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിനെ തീറ്റ ഇട്ട് കൊടുക്കണതിൻ്റെ നേരെ മുകളിലുള്ള ഏരിയയിലാട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ നമുക്കിങ്ങനെ മൊത്തത്തിലൊരു വ്യൂ കാണേ. ഇതാണ് വേറെ ഞങ്ങൾ പോന്നപ്പോട്ട് പിന്നീട് വേറെ ആൾക്കാർ മീനിന് തീറ്റ ഇട്ട് കൊടുക്കുന്നതാണ് ഈ വീഡിയോ കാണുന്നത്. ഇനി നമ്മൾ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 2 അരയന്ന ഉണ്ടെന്ന്. പക്ഷേ ഇതുവരെ കണ്ടില്ലല്ലോ. അതിലൊന്ന് ഇതാണ്. അത് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അത് വേറെ അങ്ങോട്ടേക്കുള്ള മീനുള്ള സ്ഥലത്തേക്കൊന്നും അങ്ങോട്ട് നീന്തി വരിക, ആൾക്കാർ കാണുന്ന സ്ഥലത്തേക്കൊന്നും വരുന്നില്ല. ഇവിടെ ഈ സൺഫ്ലവറിനെ എല്ലായിടത്തും കുഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആവും തോറും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യൂക്കുള്ളം കാര്യക്കാരനാണ്. അത് കാരണത്താൽ തന്നെ നമുക്കൊരിക്കലും നമ്മൾ മിണ്ടാതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോളെ വന്നിട്ട് ഇതുമ്മ കയറിക്കോളൂ, ഊഞ്ഞാലുമ്മ കയറിക്കോളൂ, സ്ലൈഡുമ്മ കയറിക്കോളൂ എന്നൊന്നും ഇവിടുന്ന് ആരും പറയില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ കൂടെ കയറി അവരോട് പറഞ്ഞിട്ട് കയറിയാൽ കിട്ടും. പറഞ്ഞ വേറൊരു പിക്ചർ ആ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കൃഷ്ണനും രാധയാണത്. നമ്മളിപ്പോൾ നടന്ന് ഏകദേശം ആദ്യത്തേക്ക് എത്താനായി കേട്ടോ. എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്താനായി. ഇനി നമ്മൾ അപ്പുറത്തെ പോർഷനിൽ കുറച്ച് ഏരിയ കൂടി കവർ ചെയ്യാനുണ്ട് ഈ പാർക്കിൽ. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. എന്നാലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുമാതിരിയുള്ള ഒരുപാട് UPയിലെ വിശേഷങ്ങളും അതേമാതിരി അവിടുത്തെ നല്ല നല്ല കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് പാർക്കിൻ്റെ അപ്പുറത്തെ ഏരിയയ്ക്കാണ് കേട്ടോ. ആ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ ഇവിടെ ഒരു പാർക്കെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞ നല്ല പുല്ലൊക്കെ വിരിച്ചുള്ള സ്ഥലത്തിനായിട്ടോ അവർ പാർക്കെന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലായിടത്തും ഒന്നും ഇങ്ങനെ സ്ലൈഡും അതേമാതിരി ഊഞ്ഞാലൊന്നും ഉണ്ടായിക്കോളണമെന്നില്ല പാർക്കെന്ന് പറയുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ അവരിങ്ങനെ ചുമരുമ്പോൾ ആ മാർബിൾ കൊണ്ട് ഇങ്ങനെ പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൃഷ്ണൻ ഗോക്കളെ മേയ്ക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. എനിക്ക് എന്താ തോന്നണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ആർട്ട് കാണുന്നത്. എനിക്കിങ്ങനെ വെറൈറ്റി ആർട്ടുകളും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണത്താൽ തന്നെ ഇങ്ങനത്തെ ഫോട്ടോസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരവിടെ ഇവിടെയൊക്കെ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ബോക്സ്. അതിൽ ഇനി അവിടുത്തെ ആൾക്കാർ കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രം മതി. എനിക്ക് ഈ പാർക്ക് അത്യാവശ്യം വർത്തായിട്ടാട്ടോ തോന്നിയത്.
കാരണം അത്യാവശ്യം ചീപ്പാണേനും പോരാത്തതിന് നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യുക. കുറച്ച് പ്രകൃതി രമണീയമായുള്ള സ്ഥലമാണേനും. എനിക്കിങ്ങനെ പാർക്ക് പോകാനുള്ള മെയിൻ ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുക കേട്ടോ ചെയ്യും. ഓരോരുത്തർ നോക്കും ഇങ്ങനെ. ഇപ്പോൾ ചില ആൾക്കാർ ഫാമിലി ഇഷ്യൂ ആയിട്ട് തല്ലും തെറ്റൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർ വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ ഒരു സ്നേഹവും പ്രകടനമൊക്കെ അത് ഭയങ്കര രസമാണ് കാണാൻ. അതേമാതിരി കുട്ടികളെ കൊഞ്ചിപ്പിക്കലും അതേപോലെ കുട്ടികളെ നടത്തിക്കലുണ്ടാവും. പിന്നെ ചില അച്ഛന്മാർ കുട്ടികളെ പഠിപ്പിക്കലുണ്ടാവും. അങ്ങനെ തൂങ്ങാൻ പഠിപ്പിക്കും, അതേമാതിരി ഓടാൻ പഠിപ്പിക്കും. അങ്ങനെ അതേമാതിരി പല കാര്യങ്ങളും നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മളിൽ നിന്നിട്ട് ഇവിടെ കുറേ കൾച്ചറിൽ കുറേ മാറ്റങ്ങളുണ്ട്. പല ആൾക്കാരും പല രീതിയിലാണ് അവരുടെ വിശ്വാസങ്ങളും അതേമാതിരി അവരുടെ ആചാരങ്ങളും ഡ്രസ്സിങ്ങും ഒക്കെ മാറ്റമുണ്ട് ഇവിടെ. അപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന ഒരുപാട് നേരം ലേറ്റായിട്ടോ പാർക്കിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇരുട്ടായി. നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം പാർക്കിൻ്റെ ഫ്രണ്ടേജ് ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്.